ഹായ്, ഇന്ന് നമുക്ക് സോയ പെപ്പർ ഫ്രൈ ഉണ്ടാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ അടുപ്പത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ. ഇപ്പോൾ വെള്ളം വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് സോയ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഈ തിളച്ച വെള്ളത്തിൽ കിടക്കണം, എന്നാലേ നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് കുതിരുന്നേടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയ നമ്മൾ നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ സോയയാണ് എടുത്തിരിക്കുന്നത്. വലിയ സോയ ആണെങ്കിൽ നമ്മളിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സോയ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളക് ചതച്ചതാണ്. അതൊരു 1/2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിലടിച്ചാൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു സവോള വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറുന്നിടം വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇടാം. ഇനി കുരുമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് 5 മിനിറ്റ് അടുപ്പത്തൊന്ന് കിടക്കട്ടെ. ഈ അരപ്പുകളെല്ലാം ഇതിൻ്റെ അകത്തൊന്നും നന്നായിട്ട് പിടിക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റിയും പ്രോട്ടീനും നന്നായിട്ടുള്ള ഒരു ഫുഡാണിത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഡിഷാണിത്. സോയക്കകത്ത് കുരുമുളകൊക്കെ പിടിച്ച് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക, മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.